വയ്യാത്ത ഈ പയ്യനൊരു ബസ്സിൽ ട്രാവൽ ചെയ്യാണ്. ഒരു ലേഡി കുഞ്ഞുമായി നിൽക്കുന്നത് കണ്ട് അവൻ അവർക്ക് സീറ്റ് കൊടുക്കുകയാണ്. ആ ലേഡി അവിടെ ഇരുന്നതും വയ്യാത്ത ആൾ സീറ്റ് കൊടുത്തിട്ടും അവരുടെ കുഞ്ഞ് അയാളെ നോക്കാതിരിക്കാനായി കുട്ടിയെ തിരിച്ചിരുത്താണ് അവർ. പെട്ടെന്ന് വണ്ടി ബ്രേക്ക് പിടിച്ചതും അവൻ നിലത്തേക്ക് വീഴാണ്. ബസ്സിൽ ആരും അവനെ ഒന്ന് ഹെൽപ്പ് ചെയ്യുന്നു പോലുമില്ല. അവൻ്റെ മുത്തശ്ശി ഓടി വന്ന് അവനെ എണീപ്പിച്ചു. എന്നിട്ട് ഡ്രൈവറാണെങ്കിൽ ഇത്തരം ആളുകളെ എന്തിനാണ് ബസ്സിൽ കൊണ്ടുവരുന്നതെന്ന് ചോദിച്ച് ബഹളം വയ്ക്കുകയാണ്. ഇത് കേട്ട് ദേഷ്യം വന്ന മുത്തശ്ശി ഡ്രൈവറിനെ ശരിക്കും എന്തൊക്കെയോ പറഞ്ഞു. എന്നാൽ ബസ്സിലുള്ളവർ അവരുടെ ടൈം വേസ്റ്റ് ചെയ്യുകയാണെന്ന് പറഞ്ഞ് മുത്തശ്ശിയെ കുറ്റപ്പെടുത്തുകയാണ്. പുറത്തുള്ളവരും അവനെ അംഗീകരിക്കുന്നില്ല. സ്വന്തം അമ്മ പോലും അവന് വെറുക്കുകയാണ്. വീട്ടിലേക്ക് വന്ന അവനെ അമ്മ എന്തിനാണ് കോളേജിലൊക്കെ നീ അപ്ലൈ ചെയ്തതെന്ന് ചോദിച്ച് അവനെ വഴക്ക് പറയാണ്. നിന്നെ പോലെയുള്ളവരെയൊന്നും അവിടെ എടുക്കില്ല എന്നൊക്കെ അവർ പറയാണ്. നല്ല വിഷമം തോന്നി അവൻ ഞാൻ ഇങ്ങനെ ജനിക്കാൻ കാരണം ആരാണെന്നൊക്കെ അവരോട് ചോദിച്ചു. ഏതൊരു സിറ്റുവേഷനിലും അവനെ മുത്തശ്ശി മാത്രമേ കൂട്ടുണ്ടായിരുന്നുള്ളൂ. ശാരീരികമായ പരിമിതികളുണ്ടെങ്കിലും അവന് വ്യക്തമായ ലക്ഷ്യങ്ങളുണ്ടായിരുന്നു. അവനൊരു കോഫി ഷോപ്പിൽ ജോലി അന്വേഷിച്ചു പോയി. ഇൻ്റർവ്യൂവിൽ എങ്ങനെ ഓർഡർ എടുക്കണമെന്ന് ആക്ട് ചെയ്യാൻ മാനേജർ അവനോട് പറഞ്ഞു. അവൻ അതുപോലെ ചെയ്തു കാണിച്ചു. ഇതെല്ലാം മുത്തശ്ശി ദൂരെ നിന്നും നോക്കി കാണുന്നുണ്ടായിരുന്നു. ഇൻ്റർവ്യൂ കഴിഞ്ഞ് പുറത്തിറങ്ങി അവനോട് ജോലി കിട്ടിയില്ലെങ്കിലും സാരമില്ല എന്ന് മുത്തശ്ശി പറഞ്ഞു. നിനക്ക് നല്ല ജോലി കിട്ടുമെന്ന് പറഞ്ഞ് അവനെ സമാധാനിപ്പിച്ചു. എന്നാൽ അവൻ ആ കോഫി ഷോപ്പിൽ ജോലി കിട്ടിയെന്ന് അവൻ പറഞ്ഞു. സന്തോഷത്തിൽ മുത്തശ്ശി അവനെ ഹഗ് ചെയ്തു. അങ്ങനെ അവൻ്റെ അമ്മയ്ക്ക് രണ്ടാമതൊരു കുഞ്ഞ് ജനിച്ചു. അവൻ ആ കുഞ്ഞിനെ നല്ല ഇഷ്ടത്തോടെ ഒന്ന് കാണാനായി പോയി. എന്നാൽ അവൻ്റെ അമ്മ വന്ന് അവനെ തള്ളി മാറ്റി കുഞ്ഞിനെ തൊടരുതെന്ന് പറയാണ്. വിഷമം താങ്ങാൻ വയ്യാതെ അവൻ സൂയിസൈഡ് ചെയ്യാൻ ശ്രമിക്കുകയാണ്.